ചില ഭർത്താക്കന്മാർക്കെങ്കിലും ഞാൻ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. അതായത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു കോടതിയില്, ഫാമിലി കേസ്, ഡിവോഴ്സ് കേസ് ന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധത്തിലാണ്, ഒരു അവിഹിത ബന്ധം ഒക്കെ പുലർത്തിക്കൊണ്ടുവരുന്ന ഭാര്യയാണ്. പക്ഷെ ഈ ഭാര്യയാണ് കോടതിയിൽ നിങ്ങൾക്ക് മെയിൻ്റനൻസ് വേണം, ചെലവിന് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കെതിരായിട്ട് കേസ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിച്ചാല്, നിങ്ങൾക്ക് ഓൾറെഡി ഈ കാര്യം അറിയാം, ഇങ്ങനെ വേറൊരു മറ്റു പുരുഷനുമായിട്ട് ബന്ധമുണ്ട്, അവര് ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നവരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാഹചര്യ തെളിവ് മാത്രം കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ചാറ്റ്സോ ഫോൺ കോൾസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫോട്ടോസോ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. കാരണം ഹൈക്കോടതിയുടെ ഒരു വിധി പ്രകാരം ഭാര്യ മറ്റൊരു പുരുഷന്റെ കൂടെ പോയ ഒരു സ്ത്രീ മറ്റൊരു പുരുഷന്റെ കൂടെയാണ് ജീവിക്കുന്നതും അങ്ങനെയുള്ള ബന്ധം പുലർത്തിക്കൊണ്ടുവരുന്ന സ്ത്രീ ഭർത്താവിനെ കൊടുക്കണം എന്നുള്ള, അല്ലെങ്കിൽ അയാളെ ഒന്ന് ചുറ്റിക്കണം, അയാളുടെ പൈസ വാങ്ങിക്കണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടുകൂടെ മെയിൻ്റനൻസ് കേസ് ഫയൽ ചെയ്യുന്നു. ഈ കേസ് കോടതി തള്ളുകയാണ് ചെയ്തത്. അതായത് സാഹചര്യ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഭാര്യമാര് ഭർത്താക്കന്മാരെ വലയ്ക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇങ്ങനെ മെയിൻ്റനൻസ് കേസുകൾ കൊടുക്കുന്നുണ്ട്, അവർ മറ്റൊരു പുരുഷനോടൊപ്പം ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ പുലർത്തിക്കൊണ്ട് വരവേ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് മെയിൻ്റനൻസ് വാങ്ങാനുള്ള യാതൊരു വിധമായിട്ടുള്ള അവകാശങ്ങളോ യോഗ്യതയോ ആ ഭാര്യയ്ക്ക് ഇല്ല എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാര് നിങ്ങൾ ആരെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യ തെളിവുകൾ പ്രൊഡ്യൂസ് ചെയ്താൽ നിങ്ങൾ അവർക്ക് മെയിൻ്റനൻസ് കൊടുക്കേണ്ടി വരില്ല എന്നുള്ള കാര്യമാണ്. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് പേരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വലയുന്നവരുണ്ടാവും.